സുരേഷ് വിളിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ സുരേഷ്, പറയും. ശ്രീ സുരേഷ്, സ്വർണ്ണ വ്യാപാരത്തെ എങ്ങനെയാണ് കാണുന്നത്? മലയാളി ഇത് സ്വർണം ഇങ്ങനെ ഇനി വാങ്ങിക്കൂട്ടേണ്ടതിൽ നിന്ന് പിന്തിരിയേണ്ടതുണ്ടോ, അതോ ഈ സ്വർണം നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായി എല്ലാ കാലത്തും നിലനിൽക്കും എന്നാണോ കരുതേണ്ടത്? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അത് പറയാം. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനായിട്ടാണ് ഞാനിപ്പം വിളിച്ചത്. അത് പൊതുവേദിയിൽ പറയാൻ ആണോ എനിക്കറിയത്തില്ല. സഭ്യമായതായിരിക്കണമെന്നേ ഉള്ളൂ. സഭ്യമാണ്. എന്റെ അനുഭവമാണ്. ഞാൻ 1989 സെപ്റ്റംബർ 3 കല്യാണം കഴിച്ചു. അന്ന് 25 പവന്റെ സ്വർണം എന്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരം തന്നു. അതിന്റെ ഒരു ബലിയാടാണ് ഞാൻ. മനസ്സിലായി. ഇന്ന് ഞാൻ അത് കഴിഞ്ഞൊരു 28 വർഷം ഗൾഫിലായിരുന്നു. ഇഷ്ടംപോലെ സ്വർണവും പണവും ഒക്കെ സമ്പാദിച്ചു. എനിക്ക് നല്ല ഡെപ്പോസിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിലുണ്ടല്ലോ, ഇന്ന് അക്ഷരാർത്ഥത്തില് ഞാന് എന്റെ ഭാര്യയുടെ അടി കൊള്ളേണ്ടി വന്നു. അടി കൊണ്ട് മനസ്സിലായി. സ്വർണം കൊണ്ടോ? ആ സ്വർണത്തിൽ കുറച്ചെടുത്ത് വിറ്റ് നെൽവയൽ മേടിച്ച് ആ നെൽവയല് ഉപയോഗമില്ല കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം അത് എന്റെ അനുജനെ കൊണ്ട് എടുപ്പിച്ച് അതില് കൊടുത്ത പൈസ പോരാതെ എന്റെ കയ്യിൽ നിന്ന് 1,40,000 കൂടെ കൊടുത്ത് 9 ലക്ഷം രൂപ എടുത്തത് സെറ്റിൽ ചെയ്ത് അങ്ങനെ ഇതായിട്ട് അവസാനം അവൾക്ക് ദേഷ്യം സഹിക്കാതെ ഒരു ദിവസം എന്നെ അവളും ഇളയ മകളും കൂടെ എന്നെ അടിച്ച് എന്റെ കണ്ണ് പൊട്ടിച്ച് എന്റെ കണ്ണാടി പൊട്ടിച്ച് അവസാനം അടുത്ത സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് FIR ആയിട്ട് അങ്ങനെയൊക്കെ ഒരു വലിയാടായി ജീവിക്കുക സ്വർണം കാരണം. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. കാരണം ഞാനിപ്പം തലേ മുണ്ടിട്ടുണ്ടാണ് നടക്കുന്നത് നാട്ടിൽ കൂടെ. എനിക്ക് വല്ല വിലയുണ്ടോ? അപ്പോൾ വീട്ടിൽ സ്വർണം ഉണ്ടായിരുന്നു, അത് കൃഷിയിലേക്ക് എടുക്കാം എന്ന് തെറ്റിദ്ധരിച്ചു. കൃഷിപ്പാടം തെറ്റിദ്ധരിച്ചില്ല. അച്ഛന്റെ അന്നത്തെ, ഞാൻ അന്ന് 26 വയസ്സുള്ള ഒരു പയ്യനല്ല. എന്റെ അന്നത്തെ പക്വത കൊണ്ട് എന്റെ എല്ലാ കഴിവില്ലായ്മ കൊണ്ട് അച്ഛന് വിറ്റിട്ടത് സ്വർണം ഇത് നിലം മേടിച്ചു, നെൽവയൽ മേടിച്ചു. മനസ്സിലായി. മൊത്തം സ്വർണം ഞാൻ തിരിച്ചു കൊടുത്തു. മൊത്തം സ്വർണത്തിന്റെ പൈസ തിരിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും സെറ്റില്. അവസാനം ഇപ്പൊ ഞാൻ എന്റെ വഴിയായിട്ട് ജീവിക്കുന്നു. ഒരു വീട്ടിൽ തന്നെയാണ് താമസം. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. മൂത്ത മകളെ കല്യാണം കഴിച്ചു. ഭാര്യയുടെ നിർബന്ധ പ്രകാരം 88 പവന്റെ സ്വർണം കൊടുത്തൊരു മാരുതി കാറും കൊടുത്തു. അങ്ങനെയൊക്കെ ആർഭാടം നടത്തുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കിതിനുള്ള മാനസികമായിട്ടൊന്നും യോജിപ്പില്ല. പിന്നെ എന്ത് പറയാനാ. അപ്പം അങ്ങനെ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ അടി കൊള്ളാനും ഒരു ഉപാധിയാണെന്ന് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു. ഏതായാലും അങ്ങയുടെ ആ ഒരു അനുഭവം വളരെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. ഒരുപക്ഷെ നമ്മളിൽ പല ആളുകൾക്കും പലതരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഏതായാലും ഈ ഘട്ടത്തിൽ ഇതിൽ എന്താണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ കാലം അങ്ങയുടെ വേദനകൾ മായ്ച്ച് കൂടെ സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആലോചിച്ചു. ഇന്നും ഈ 2-2.5 വർഷമായി ഇപ്പൊ എനിക്ക് അടി തന്നിട്ട് ഇന്നും അത് ചെയ്തത് തെറ്റാന്ന് എനിക്ക് തോന്നലില്ല. അത് പറഞ്ഞാൽ നീ അടി കൊള്ളാൻ അർഹതയുള്ളവനാ, അതുകൊണ്ട് അവനക്ക് അടി തന്നെന്ന് ഇനി ഞാനും പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഭക്ഷണം ഉണ്ടായി കഴിക്കും, ഇല്ലെങ്കിൽ പുറത്ത് ആഹാരം ഹോട്ടലിൽ പോയി കഴിക്കും. അങ്ങനെ വെറുതെ ഒരു മനുഷ്യ ജീവിതം. അതായത് എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല. അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഞാൻ വിചാരിക്കുന്ന ഏതായാലും ഈ അങ്ങയുടെ ഭാര്യ പൊതുവേദി കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഷയം ആളുകൾ, കാരണം ആത്യന്തികമായി നമ്മൾ ഈ ഭൂമിയിൽ ഒന്നിച്ചല്ല ജനിക്കുന്നത്, ഒന്നിച്ചല്ല മരിക്കുന്നത്. പിന്നെ കണ്ടുമുട്ടുന്ന ഈ കുറച്ചു കാലം സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടവരാണ്. അതല്ല, ഞാൻ ഒന്നും സമ്പാദിക്കാതെ ഇവിടുന്ന് വന്നവനല്ല. 52 ലക്ഷം രൂപ എനിക്ക് 2 ബാങ്കുകളിലായിട്ട് എനിക്ക് ഡെപ്പോസിറ്റ് ഉള്ള മനുഷ്യനാണ് ഞാൻ. ഏതായാലും അങ്ങേക്ക് ഒരു നല്ല കാലം വരുമെന്ന് ഞാനും ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. പൊതുവേദി അങ്ങേക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ അങ്ങ് കാണിക്കുന്ന ആർജവത്തെ അഭിനന്ദിക്കുകയാണ്. ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന് അങ്ങ് തന്നെ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഞാൻ അങ്ങയെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം നമുക്ക് കൂടുതൽ പൊതുവേദിയിലേക്ക് വിളിക്കുകയും എല്ലാ ദിവസവും സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ.